ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹൈനെക്ക് ബ്ലൗസിന്റെ കട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിന്റെ കട്ടിങ്ങും അടുത്ത വീഡിയോയിൽ ഇതിന്റെ സ്റ്റിച്ചിങ്ങുമാണ്. ഈ ഒരു കട്ടിംഗ് വീഡിയോയുടെ സ്റ്റിച്ചിങ്ങുമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾക്കത് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസാണ് ഇത്. അപ്പോൾ നമ്മൾ ലൈനിങ് പീസിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തുണിയെ ലൈനിങ് പീസിനെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു. കേട്ടോ, ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ തുണിയുടെ താഴ്വശത്ത് കണ്ടോ, ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ഈ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ലെങ്ത്, ബ്ലൗസിന്റെ ലെങ്ത് നമുക്ക് വരുന്നത് 13.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 14 ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ 6 ഭാഗത്തിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ 6.5 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ കൊടുക്കുന്നു. കേട്ടോ, നമ്മൾ സാധാരണ ഈ ഒരു അളവിലുള്ള ബ്ലൗസിന് നമ്മൾ 5.5 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കാറ്. എന്നാൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. അതേ അളവ് തന്നെയാണ് നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തത്. 6.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. കേട്ടോ, ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 33.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, 37.5 ഇഞ്ച് കിട്ടും. 37യുടെ 4 ഭാഗം 9.25 ഒരു പോയിന്റും. ഈ ഒരു 9.25 പോയിന്റുമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. കേട്ടോ, ഇവിടെ കറക്റ്റ് വെച്ച് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യാൻ നമ്മൾ ആളുടെ ബോഡിയിൽ നിന്നെടുത്തുള്ള മെഷർമെന്റ് ആണ് 33.5. അതിൻ്റെ കൂടെയാണ് നമ്മൾ 4 ഇഞ്ച് കൂട്ടി 37 മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമ്മുടെ ഇടുപ്പളവ് ഭാഗം നമുക്ക് 27.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 6.25 ഒരു പോയിന്റും അതിൻ്റെ കൂടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്, അങ്ങനെ 6.25 7.5 ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യുന്നു. കേട്ടോ, പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു. കണ്ടോ, ഇതുപോലെ മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരിക. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമ്മൾ 6.5 ഇഞ്ചാണ് നമ്മുടെ ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അതിന് നേർപകുതി 3.25 നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് നമ്മുടെ സ്ലോപ്പിന് വേണ്ടി, ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഒരു 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ട് കണ്ടോ, ഈ ഒരു ആം ഹോള് ഇതുപോലെ കറക്റ്റ് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്തു വരിക. കണ്ടോ, ഇതുപോലെ 1/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോൾഡർ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു ആം ഹോൾഡർ റൗണ്ട് 7.25 ഒരു പോയിന്റുമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 7.25 പോയിന്റുമാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു റൗണ്ട് അളവ് കിട്ടേണ്ടത്. ആ ഒരു 7.25 പോയിന്റും എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം. കേട്ടോ, നമുക്കിത് കറക്റ്റായിട്ട് 7.25 പോയിന്റും കിട്ടിയിട്ടുണ്ട്. കേട്ടോ, ഇതുവരെ ഈ ഒരു മാർക്ക് വരെ നമുക്ക് കറക്റ്റായിട്ട് 7.25 പോയിന്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണക്ക് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സ് തയ്ക്കുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഡാർട്സിലേക്കുള്ള അകലം നമുക്ക് വരുന്നത് 3.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ 3.25 ഇഞ്ചൊക്കെ നമുക്ക് ഹൈറ്റും കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കേട്ടോ, നമ്മുടെ ബാക്ക് പീസിന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. കണ്ടോ, അപ്പോൾ നമ്മുടെ ബാക്ക് പീസിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമുക്ക് ഫ്രണ്ട് പീസാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുന്നു. കണ്ടോ, ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത്. കണ്ടോ, 1/4 ഇഞ്ചിലാണ് നമ്മുടെ തുന്നത്തുണി പിടിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസിനെ ആ ഒരു മാർക്കിൽ കറക്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വെക്കുക. കണ്ടോ, ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ വെക്കുന്നത്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുന്നു. ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് കേട്ടോ, നമ്മൾ സാധാരണ ബ്ലൗസിന് കൊടുക്കുന്നത് പോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരു നേരെ ഒരു ലൈൻ കൊടുക്കാം.
അതുപോലെ തന്നെ നമ്മുടെ ടെക്കിൻ്റെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടിയുള്ള മാർക്കിംഗ് കൊടുക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം കണ്ടോ 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് കുറച്ച് മറിക്കുന്നു. നമ്മുടെ ബാക്ക് ഡാർട്സിന് വേണ്ടി കൊടുത്തിട്ടുള്ള എക്സ്ട്രാ 3/4 ഇഞ്ച്. അവിടെ നിന്ന് നമ്മൾ 2.25 ഇഞ്ച് കണ്ടോ ഈ ഒരു മാർക്കിൽ നിന്ന് 2.25 നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് ആ ഒരു മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക കണ്ടോ. ഇവിടെ നമ്മൾ ബാൻഡിന് വേണ്ടി നമ്മളൊരു 4.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 4.25 ഇഞ്ചിൽ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു 3.5 ഇഞ്ച് മാർക്കിൽ ആ ഒരു മാർക്കിംഗ് കണ്ടോ അവിടെ നമ്മൾ ഇതുപോലെ നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഹൈറ്റ് കൊടുക്കുന്നത് കണ്ടോ. ഇവിടെ നമ്മൾ മുകളിലേക്ക് നമ്മൾ 3.5 ഇഞ്ചിലാണ് നമ്മുടെ ഹൈറ്റ് കൊടുക്കുന്നത് കണ്ടോ. 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതൊരു ബോക്സ് ടൈപ്പിൽ ഇതുപോലെ വരിക. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് വരഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ആം ഹോളും നമ്മുടെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ഒരു നേരെ ലൈന് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ടിങ് തുടങ്ങുന്നു കേട്ടോ. ഇവിടെ വരെ കട്ട് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ കണ്ടോ ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പിൽ പോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് പീസിനും കട്ട് ചെയ്യേണ്ടത്. ബാക്ക് പീസിൽ നമ്മളൊരു 1/4 ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ആം ഹോളൊക്കെ കറക്റ്റ് ഇതുപോലെ തന്നെ കട്ടിങ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്കും കണ്ടോ. സാധാരണ നമ്മൾ ബാൻഡിന് വേണ്ടിയുള്ള ആ ഒരു മാർക്ക് വരെ കട്ട് ചെയ്യാറുള്ളൂ. എന്നാൽ നമ്മളിത് മുഴുവനായും താഴോളം കട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു പീസ് എടുത്ത് മാറ്റുകയാണ് കണ്ടോ. ഇവിടെ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം കണ്ടോ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ. ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് 2.25 ഇഞ്ച് കണ്ടോ. നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം 2.25 ഇഞ്ചിൽ നമ്മൾ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെ 2.25 ഇഞ്ച് 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നെക്കിൻ്റെ വൈഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 2.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി മുകളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മൾ സാധാരണയൊക്കെ 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യാറ്. എന്നാൽ ഇത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ 1.5 ഈ ഒരു മാർക്കിൽ നിന്ന് 1.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തത്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ആ ഒരു മാർക്കിൽ നിന്ന് 1 ഇഞ്ചിൽ കണ്ടോ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരും കണ്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരഞ്ഞെടുക്കുക കണ്ടോ. ഈ ഒരു ഭാഗം നമുക്ക് ക്യാൻവാസ് വെച്ച് കട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇനി നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അപ്പോൾ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം മെയിൻ ടെക്കിൻ്റെ ഇറക്കം 9.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് 9.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ടെക്കുകൾ തമ്മിലുള്ള അകലം നമുക്ക് വരുന്നത് 3.5 ഇഞ്ചാണ്. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10ൽ1 ഭാഗത്തിനൂടെ 1/4 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കണ്ടോ. നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3.25 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇനി അതേ അളവ് തന്നെ നമ്മളിവിടെ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഇതുപോലെ വരും. ഇനി നമ്മളിവിടെ നമ്മൾ ബാൻഡിന് വേണ്ടി നമ്മൾ 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിന് 3.25 ഇഞ്ച് കൊടുക്കുന്നു. സൈഡിൽ നമ്മൾ 4.25 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കേട്ടോ. ഇതുപോലെ വരിക. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇടുപ്പളവ് മാർക്ക് ചെയ്യണം ബാൻഡിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു ബാൻഡിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇടുപ്പളവ് 27 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4ൽ1 ഭാഗം നമ്മൾ ഈ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ മുകളിലേക്ക് അല്പം ക്രോസ് ചെയ്തുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് 1/4 ഇഞ്ച് പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത് അത് നമ്മുടെ ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നമ്മൾ രണ്ട് ഭാഗത്തുള്ള ബാൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമ്മൾ 2.25 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ടെക്കിന്റെ വിഡ്ത്തിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സെന്റർ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കും 1.25 പോയിന്റ് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.25 നേർപകുതി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ കണ്ടോ, നമ്മൾ എത്രയാണോ നമ്മുടെ മെയിൻ ടെക്കിന്റെ വീതി അകലം മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിലേക്കാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. രണ്ട് ഭാഗത്തുനിന്ന് 1/4 ഇഞ്ച് വീതം കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് വരുന്നത് ഇവിടെയാണ്. കണ്ടോ, നമ്മുടെ രണ്ടാമത്തെ ടെക്ക് ഇവിടെയാണ് വരുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ ടെക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു. ഈ ഒരു ടെക്ക് നമ്മൾ 2.5 ഇഞ്ചിലാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ കണ്ടോ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യണം. ഫ്രണ്ട് പീസിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് കണ്ടോ ഇവിടെ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു മാർക്ക് വരെ കണ്ടോ, ഈ ഒരു തോൾവശത്തുള്ള ഈ ഒരു മാർക്ക് വരെ മാത്രം കറക്റ്റ് കുഴിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾവശത്ത് വരുന്ന ടെക്കാണത്. ആ ഒരു ടെക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ 3 ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കേട്ടോ, അപ്പോൾ നമ്മുടെ 3 ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു നെക്കിന്റെ ഭാഗത്ത് നമ്മളൊരു ക്യാൻവാസ് വെച്ച് മാർക്ക് ചെയ്യണം. അത് നമ്മൾ കാണിച്ചു തരാം. ഇനി നമ്മുടെ ഇവിടെ സ്ലീവ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ 2 സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് നേരെ ഇതുപോലെ പകുതിയായി മടക്കിയെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ മടക്കിയെടുത്ത് നമ്മൾ ഇവിടെ ഒരു നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മുടെ കൈയുടെ താവ് വെച്ച് നമ്മുടെ ലൈനിങ് പീസ് തയ്ക്കുവാനുള്ള തുണിക്ക് വേണ്ടിയാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി ആ ഒരു മാർക്കിന് ശേഷം നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ലെങ്ത്തിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി. നമ്മൾ ലെങ്ത്ത് 11.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 1/2 ഇഞ്ച് കൂട്ടി 12.25 മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന തുണിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടോ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ 10-1 ഭാഗമാണ് 3.25 ഇഞ്ച്. അപ്പോൾ ആ ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ 4-1 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 33.5 ഇഞ്ചാണ്. അതിന്റെ 4-1 ഭാഗം 8.25 ഒരു പോയിന്റുമാണ് വരിക. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ ഇവിടെ നിന്ന് 7.25 ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ കൈയുടെ താവുവശ ലൂസ് 10.25 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ നേർപകുതി 5 പോയിന്റ് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു മാർക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. റൗണ്ട് ചെയ്ത് കണ്ടോ ഈ ഒരു ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് കണ്ടോ, ഇത് നമ്മൾ 7.25 ഒരു പോയിന്റുമാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആം ഹോളിന്റെ റൗണ്ട് നമുക്ക് 7.25 ഒരു പോയിന്റുമാണ് കിട്ടിയത്. കേട്ടോ, 7.25 പോയിന്റും. അപ്പോൾ നമുക്കത് കറക്റ്റ് ആകുമെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു. ഇത് നമ്മുടെ ബോഡി അളവിന്റെ മാർക്കിംഗ് ആണ്. ഇനി നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ഇതുപോലെ കണ്ടോ ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കൈയുടെ മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോളിനെ ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്നാൽ കണ്ടോ നമ്മുടെ ആ ഒരു അളവ് കണ്ടോ കറക്റ്റായി കിട്ടുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ സാധാരണ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഷോൾഡറും ആം ഹോളും ഒക്കെ മാർക്ക് ചെയ്ത്. എന്നാലും നമ്മുടെ ആ ഒരു അളവ് കണ്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നമ്മൾ ഇതുപോലെ ചെയ്താൽ. നമ്മൾ ഇതുപോലെ കറക്റ്റ് സ്ലീവിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നിന്നും ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും. കണ്ടോ, ഇവിടെ കട്ട് ചെയ്ത് മാറ്റും. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മൾ സ്ലീവിനെ ഇതുപോലെ നിവർത്തി വെച്ച ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു പീസ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് ഈ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് തുടങ്ങി ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യും.
അത് ഫ്രണ്ട് പീസിൽ നിന്നാണ് കുഴിച്ച് കട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് ഒരല്പം പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റും. ഇപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസ് പീസ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൗസ് പീസിന് നമ്മൾ ഇതുപോലെ നേരെ ലൈനിങ് പീസ് വെച്ചതുപോലെ തന്നെ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ മടക്കി വെച്ച ശേഷം നമ്മുടെ ബാക്ക് പീസ് ഇവിടെ നിന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മളത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലൈനിങ് പീസും ബോഡി പാർട്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ സൈഡ് ഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ട് കണ്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ അതേ രീതിയിൽ തന്നെ കണ്ടോ ഇവിടെയൊക്കെ അല്പം തയ്യൽ തുമ്പ് വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ടാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കട്ടിങ് വീഡിയോ മാത്രമാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവ് കണ്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ ഇതുപോലെ തന്നെ കണ്ടോ അല്പം എല്ലാ ഭാഗത്തും തയ്യൽ തുമ്പ് വെച്ചതിന് ശേഷം നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇതുപോലെ സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ അതിന് വേണ്ടി നമ്മളൊരു പേപ്പർ ക്യാൻവാസ് കണ്ടോ നമ്മളൊരു ടിഷ്യൂ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ നെക്കൊക്കെ തയ്ക്കുന്ന ക്യാൻവാസാണിത് ചുരിദാറിൻ്റെ. നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഇവിടെ കണ്ടോ നമ്മൾ സെൻറ്റർ ഭാഗം കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും കണ്ടോ ആ ഒരു മാർക്കിൽ കൊടുക്കും. ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള അതേ അളവിൽ കറക്റ്റ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ. നമുക്കൊരു താഴെയും അതുപോലെ തന്നെ മുകളിലും അല്പം തുന്നത്തുണി വരുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ ക്യാൻവാസിനെ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മാർക്കിൻ്റെ ഷേപ്പിൽ കൂടി കണ്ടോ ഈ ഒരു മാർക്കിൻ്റെ അതേ ഷേപ്പിൽ കൂടി കറക്റ്റ് നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു രീതിയിൽ വരഞ്ഞെടുക്കുക കണ്ടോ. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു മാർക്കിൽ പോലെ തന്നെ കറക്റ്റ് നമ്മൾ ഇതുപോലെ കണ്ടോ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇതിനെ നേരെ ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പിൽ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ. ഇതുപോലെ ഇവിടെ വരെ കട്ട് ചെയ്യുന്നു. കറക്റ്റായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് ഇത് നിങ്ങൾ കണ്ടോ ഇതുപോലെ കറക്റ്റ് 1.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ കറക്റ്റ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ആ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി കണ്ടോ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നെക്ക് ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളൊരു തുണിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് കണ്ടോ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചു തരുന്നതാണ്.